എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ അലീന ശരണ്യയുടെ അമ്മയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അവള് ഹാപ്പി ആണല്ലോ അമ്മേ, ആഹാരമെല്ലാം കഴിക്കുന്നുണ്ടോ? സമയത്ത് ശരണ്യയുടെ അമ്മ പറയുവാണ്, കുഴപ്പമില്ല, അവൾ ആഹാരമെല്ലാം കഴിക്കുന്നുണ്ട്, അവൾ സന്തോഷമായി തന്നെ ഇരിക്കുവാണെന്ന് പറയുന്നുണ്ട്. അവളുടെ എല്ലാ കാര്യങ്ങളും നന്നായി നോക്കിക്കൊണ്ട അമ്മേ എന്ന് അലീന പറയുന്നുണ്ട്. എന്നാ പിന്നെ പിന്നീട് ഞാൻ വിളിക്കാം, ഇപ്പൊ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ് അലീന. ഇതിനുശേഷം ശരണി ചോദിക്കുവാണ്, ഫോൺ വെച്ചോ, അതെന്താ എന്നോട് എന്ന് പറഞ്ഞതല്ലായിരുന്നോ അലീനേച്ചി? കഷ്ടമുണ്ട് കേട്ടോ അമ്മേ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും സംസാരിക്കാനുണ്ടായിരുന്നു. ഇനി അവൾ വീണ്ടും വിളിക്കുന്നുണ്ട് അലീനെ. ഞാൻ പോകുമ്പോഴത്തേക്ക് ശരണ്യയുടെ അമ്മ പറയുവാണ്, അവൾ പിന്നെ വിളിക്കാമെന്നല്ലേ പറഞ്ഞത്, അപ്പോ വിളിച്ചാൽ മതി, ഇനി വിളിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഫോൺ മേടിക്കുന്നുണ്ട്. പറഞ്ഞിട്ട് ശരണ്യയുടെ അമ്മ അകത്തേക്ക് പോകുന്നു. ഇത്തിരി പരിഭവത്തോടു കൂടി തന്നെ നമ്മുടെ ശരണ്യ വെളിയിൽ നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ബാലചന്ദ്രനെയാണ്. ബാലചന്ദ്രൻ ഹോട്ടലിലേക്ക് എത്തിക്കഴിഞ്ഞു. പുറത്തു നിന്നിട്ട് സ്റ്റാൻലിയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോരെ, ഞാൻ റിസപ്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാലചന്ദ്രനോട് പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ അകത്തേക്ക് കയറി വരുന്നുണ്ട്. സ്റ്റാൻലിയുടെ റൂമിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഹോണിംഗ് ബെൽ അടിക്കുന്നുണ്ട്. സ്റ്റാൻലി വന്ന് വാതിൽ തുറക്കുന്നു. ബാലചന്ദ്രനോട് അകത്തേക്ക് കയറി വരാൻ പറയുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം ഒരു മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട്. കയറി വന്ന ഉടനെ തന്നെ സ്റ്റാൻലി ചോദിക്കുവാണ്, കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന്. ബാലചന്ദ്രനാണെങ്കിൽ ആ സമയം വേണ്ട എന്നാണ് പറയുന്നത്. അതേസമയം ബാലചന്ദ്രൻ ചോദിക്കാണ്, എപ്പോഴാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതേസമയം സ്റ്റാൻലി പറയുവാണ്, 10 മണിക്കാ ഇങ്ങോട്ടേക്ക് എത്തിയതെന്ന് പറയുന്നു. ബാലചന്ദ്രൻ ചോദിക്കുവാണ്, വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന്. നന്ദിയുണ്ട്, താങ്കൾ അങ്ങ് കുളത്തുപുഴയിൽ വന്നിട്ട് ഒരു ബോംബ് ഇട്ടിട്ടാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നത്. 23 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച എന്റെ മകളെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം പറഞ്ഞ് അവളുടെ വീട്ടിൽ ഉണ്ടെന്നും പറഞ്ഞു. അവളുടെ അമ്മയായ വൈജയന്തിക്ക് അലീന എന്നൊരു മോൾ ഉള്ള കാര്യം വൈജയന്തിക്ക് അറിയില്ലെന്നും താങ്കൾ പറഞ്ഞു. പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുവാണ്. സമയം ബാലചന്ദ്രൻ പറയുവാണ്, പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്, എനിക്കൊരു മറവിയുമില്ല. അല്ലി ചോദിക്കുവാണ്, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രം എനിക്ക് അറിഞ്ഞാൽ പോരാ, എങ്ങനെയാണ് നിങ്ങൾ മാത്രം അലീന വൈജയന്തിയുടെ മകളാണെന്ന സത്യം അറിഞ്ഞത്? എന്തുകൊണ്ട് അത് വൈജയന്തിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല? മറ്റുള്ളവർക്കൊന്നും ഇതറിയാതെ നിങ്ങൾക്ക് മാത്രം ഈ കാര്യം എങ്ങനെയാ അറിയാൻ സാധിച്ചതെന്ന് ബാലചന്ദ്രനോട് സ്റ്റാൻലി ചോദിക്കുവാണ്. കാര്യങ്ങളൊക്കെ എനിക്കറിയണം, അവൾ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നതിനൊരു കാരണം കാണുമല്ലോ, അതും എനിക്കറിഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് സ്റ്റാൻലി പറയുന്നു. അതേസമയം ബാലചന്ദ്രൻ പറയുവാണ്, ആ കഥയൊക്കെ ഞാൻ നല്ല വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാം, മുൻപ് എനിക്ക് കുറച്ചു കാര്യങ്ങൾ അറിയാനുണ്ടെന്ന് ബാലചന്ദ്രൻ പറയുന്നു. സ്റ്റാൻലി ചോദിക്കാൻ പറയുന്നുണ്ട്. ബാലചന്ദ്രൻ അതേസമയം ചോദിക്കുന്നുണ്ട്, 3 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ താമസിച്ചത് പുനലൂരിലല്ലേ, കുളത്തുപുഴയിലല്ലോ, എങ്ങനെയാണ് നിങ്ങൾ കുളത്തുപുഴയിലേക്ക് പോയത് എന്ന് ബാലചന്ദ്രൻ ചോദിക്കുവാണ്. ആ സമയത്ത് സ്റ്റാൻലി പറയുവാണ്, ഞാൻ റിട്ടയർഡ് ആയതിനു ശേഷമാണ് ആ വീടും തോട്ടവും എല്ലാം മേടിച്ചതെന്ന് പറയുന്നുണ്ട്. അതേസമയം ബാലചന്ദ്രൻ ചോദിക്കുവാണ്, 23 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ താമസിച്ചത് പുനലൂരിലല്ലേ, അങ്ങ് പുനലൂരും പാലായും തമ്മിൽ അന്നും ഒരു 3 മണിക്കൂറിന്റെ യാത്രയേ ഉള്ളൂ, എന്നിട്ട് എന്തിനാണ് ഗർഭിണിയായിരുന്ന വൈജയന്തിയെ വിട്ടുപോയതിനു ശേഷം നിങ്ങൾ അന്വേഷിച്ചു ചെല്ലാതിരുന്നത്? ഈ സമയം സ്റ്റാൻലി പറയുവാണ്, അന്വേഷിച്ച് ചെന്നിട്ടില്ല, ഞാൻ 2 തവണ വീട്ടിൽ അന്വേഷിച്ചു ചെന്നിരുന്നു. ആദ്യം ചെന്നപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞ് അവർ എന്നെ പറഞ്ഞു വിട്ടു. വൈജയന്തി എവിടെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു. വീണ്ടും ഞാൻ അവിടേക്ക് പോയി, ഒന്നും എന്നെ അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തി പോലെ അപമാനിച്ചാണ് ഇറക്കി വിട്ടത്. അതിനുശേഷവും ഞാൻ വൈജയന്തിയെ അന്വേഷിച്ചു, പക്ഷെ കണ്ടെത്താനായില്ല. അവർ വൈജയന്തിയെ ഏതോ ഒരു ബന്ധു വീട്ടിൽ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ആ അന്വേഷണം നിങ്ങൾ അവിടെ വെച്ച് നിർത്തിയോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നു. പിന്നീട് നിങ്ങൾ വൈജയന്തിയെ കണ്ടില്ലായിരുന്നോ? അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ച കാര്യവും ഗംഗാധരൻ പറഞ്ഞിരുന്നു, അതെങ്ങനെ സംഭവിച്ചതാണെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നു. അതേസമയം സ്റ്റാൻലി പറയുവാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അതേസമയം എനിക്കൊരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി, അത് ആക്സിഡന്റ് എന്ന് പറയാൻ പറ്റത്തില്ല, കൊലപാതക ശ്രമം, അങ്ങനെ അത് പറയാൻ പറ്റത്തുള്ളൂ. ബാലചന്ദ്രൻ ചോദിക്കുവാണ്, അതൊരു കൊലപാതക ശ്രമമായിരുന്നുവെങ്കിൽ ഒരു പ്രശ്നമായി കാണുമല്ലോ, അതെന്താ നിങ്ങൾ അന്വേഷിച്ചില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. പോലീസ് അന്വേഷിച്ചു, പക്ഷെ തെളിവുകളെല്ലാം നശിപ്പിക്കേണ്ട ഒരു സമയം അവർക്ക് കിട്ടി. ഇന്ന് ആക്സിഡന്റ് സംഭവിച്ച സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ കസിൻ ജോർജ് മരിച്ചുപോയി. ഞാനപ്പോൾ ഗുരുതരാവസ്ഥയിൽ ICUലായിരുന്നു, എനിക്ക് ബോധമില്ലായിരുന്നു, ഞാനൊരു കോമ സ്റ്റേജിലായിരുന്നു. 3 മാസങ്ങൾക്ക് ശേഷമായിരുന്നു എനിക്ക് ബോധം പോലും വന്നത്. അതിനുശേഷം ഒരു 2 മാസത്തോളം ഞാൻ ആയുർവേദ ഹോസ്പിറ്റലുകളും കേന്ദ്രങ്ങളിലുമായിരുന്നു.
ഇതിനേക്ക് ഞാൻ കഴിഞ്ഞു പോയിരുന്നു. കൊണ്ട് തന്നെ ഈ തെളിവുകളെല്ലാം നശിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. കൊണ്ട് തന്നെ അവർക്ക് തെളിവുകളെല്ലാം നശിപ്പിക്കേണ്ട സമയം കിട്ടിയിരുന്നു. വാഹനം പോലും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല. പറയുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുവാണ് ഇതാരാ ചെയ്തതെന്ന്. ശങ്കര മേനോൻ എന്നാണ് സ്റ്റാൻലി വിശ്വസിക്കുന്നത്. ഈ സമയം തന്നെ സ്റ്റാൻലിയുടെ വായിൽ നിന്ന് അത് പറയുന്നുണ്ട്. ശിവശങ്കര മേനോൻ, രാജീവ് മേനോൻ, ഇവർക്കെല്ലാവർക്കും ഒത്താശ കൊടുത്ത രാമമേനോൻ എല്ലാവരും കൂടെയാ ഇത് ചെയ്തത് സ്റ്റാൻലി പറയുവാണ്. ഈ സമയം ബാലചന്ദ്രൻ ചോദിക്കുവാണ് ആരാണ് ഇത് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് അവരോട് വാശിയൊന്നും തോന്നിയില്ലായിരുന്നു. ഈ സമയം സ്റ്റാൻലി പറയുവാണ് അത് 23 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യമാണ്. ശരിക്കും കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി എന്നെ ഇടിച്ച ആ വണ്ടി ഒരു വാശിയോടെ തന്നെ എന്നെ ഇടിക്കാൻ വേണ്ടി വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം എനിക്ക് ഓർമ്മ വന്നതിന് ശേഷം 3 മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ പോലീസിനോട് ഈ വിവരങ്ങളെല്ലാം പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ വണ്ടി കണ്ടെത്താൻ സാധിച്ചില്ല. ഈ സമയം ആ വാഹനത്തെപ്പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ ആ വണ്ടിയുടെ പാർട്സ് എല്ലാം അഴിച്ച് ആക്രിക്ക് നാട്ടിലേക്ക് വിറ്റു എന്നാ അറിയാൻ സാധിച്ചത് സ്റ്റാൻലി പറയുന്നുണ്ട്. ചന്ദ്രൻ ചോദിക്കാണ് ഇത് ഇവർ തന്നെയാണ് ചെയ്തതെന്ന് തനിക്ക് ഉറപ്പുണ്ടോ? ഇവരുണ്ട്, ഇവരുടെ കൂടെ ആ ഗംഗാധര മേനോനും കൂടെ ഉണ്ടെന്നാണ് എന്റെ ഒരു ഊഹം. ഈ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുകയാണ് ഇത്രയൊക്കെ സംഭവിച്ചു എന്നിട്ട് നിങ്ങൾക്ക് അവരോടൊന്നും ഒരു ദേഷ്യവും ഉണ്ടായില്ലേ? 23 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ് എന്ന് സ്റ്റാൻലി പറയുന്നു. മനുഷ്യരുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, എന്തൊക്കെ വേഷങ്ങൾ മനുഷ്യർക്ക് കെട്ടേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം ഞാൻ മറന്നു കഴിഞ്ഞു. എനിക്കിപ്പോ ആരോടും മനസ്സിൽ വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും തന്നെ ഇല്ല. എന്റെ ആ അവസ്ഥ കഴിഞ്ഞ് നിന്ന് ഒന്ന് റിക്കവർ ആയതിനു ശേഷം ഞാൻ ജയന്തിയെക്കുറിച്ച് അന്വേഷിക്കാൻ പോയിട്ടില്ല. കാരണം ഇനിയും അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്ന് നന്നായിട്ട് എനിക്കറിയാമായിരുന്നു. കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ശേഷം 1 വർഷത്തിനു ശേഷം ഞാൻ അറിഞ്ഞു ജയന്തിയുടെ വിവാഹം കഴിഞ്ഞു എന്ന്. എന്റെ സഹോദരനാണ് ആ കാര്യം പറഞ്ഞത്. ചിത്രത്തിൽ വിവാഹത്തിന്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ ആ വഴിക്ക് പോയിട്ടില്ല. വർഷം കഴിഞ്ഞതിന് ശേഷം എന്റെയും വിവാഹം കഴിഞ്ഞു. അതുപോലെ ഞാനും എന്റെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോയി എന്നൊക്കെ സ്റ്റാൻലി പറയുമ്പോൾ അതൊക്കെ കേട്ടിരിക്കുവാണ് ബാലചന്ദ്രൻ. ഈ സമയം സ്റ്റാൻലി പറയുവാണ് ഇനി നിങ്ങൾ പറയണം എന്താണ് അലീനയുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന്. നിങ്ങൾ എങ്ങനെയാണ് അലീനയെ തിരിച്ചറിഞ്ഞത് അത് പറയണമെന്ന് സ്റ്റാൻലി പറയുവാണ് ബാലചന്ദ്രനോട്. ഈ സമയം തന്നെ ഗോവർദ്ധൻ വീട്ടിലേക്ക് പോകുന്നുണ്ട് ബാലചന്ദ്രന്റെ. ആണെങ്കിൽ വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അലീന കരുതിയത് ബാലചന്ദ്രൻ വരുന്നു എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ബാലചന്ദ്രൻ ബാഗൊക്കെ മറന്നു വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. അതെടുക്കാൻ വേണ്ടി വന്നതാണെന്ന് കരുതി അലീന ആ ബാഗുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അലീന നോക്കുമ്പോൾ ഗോവർദ്ധനാണ് വന്ന് നിൽക്കുന്നത്. അലീന പറയുവാണോ അങ്കിളായിരുന്നോ വന്നത്? ഞാൻ കരുതി അച്ഛൻ ഇവിടെ ബാഗൊക്കെ മറന്നു വെച്ചിട്ടാ പോയത്. എന്നെ വിളിച്ച് ബാലേട്ടൻ പറഞ്ഞിരുന്നു വേഗം വരണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനും വേഗം ഇങ്ങോട്ടേക്ക് എത്തിയത്. കേട്ടോ ബാലേട്ടൻ ഇതെങ്ങോട്ട് പോയി എന്ന് ചോദിക്കുവാണ്. സമയം ഗോവർദ്ധൻ പറയുന്നുണ്ട് ഞാനൊന്ന് ബാലേട്ടനെ വിളിക്കട്ടെ അലീനയെന്ന് പറയുന്നുണ്ട്. ഗോവർദ്ധൻ ഫോൺ വിളിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുവാണ് ഞാൻ ഇവിടെ ഹോട്ടലുണ്ട്, താൻ ഇങ്ങോട്ടേക്ക് പോരെന്ന് പറയുന്നുണ്ട്. അതേസമയം ഗോവർദ്ധൻ ബാഗിന്റെ കാര്യം പറയുന്നുണ്ട്. ബാഗും എടുത്ത് ഇങ്ങോട്ടേക്ക് പോരെന്ന് പറയുന്നുണ്ട്. ഞാൻ കടയിലാണെന്ന് വീട്ടിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അലീനയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ഗോവർദ്ധൻ. അതേസമയം അലീന ചോദിക്കുവാണ് അങ്കിളെ അച്ഛൻ എവിടെയാന്ന്. ഇത് പറഞ്ഞു പോകുന്നുണ്ട് ഗോവർദ്ധൻ അച്ഛൻ ഹോട്ടലിലാണെന്ന്. അതേസമയം അലീന പറയുവാണ് ഹോട്ടലിലോ? ഗോവർദ്ധനാണെങ്കിൽ ഒന്ന് പതർച്ച വെക്കുന്നുണ്ട്. സമയം ഗോവർദ്ധൻ ഒന്ന് പതറുന്നുണ്ട്. ആ അച്ഛൻ ഹോട്ടലില, നമ്മുടെ ഒരു ക്ലയന്റ് വന്നിട്ടുണ്ടായിരുന്നു കോയമ്പത്തൂരിന്നും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് പോയതാണ്. നമ്മളല്ലേ അവരൊക്കെ വരുമ്പോൾ സ്വീകരിക്കേണ്ടത്, കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത്. സമയം അലീന പറയുവാണ് അത് നേരെ അങ്കിളെ. സംസാരിച്ചിട്ട് ഗോവർദ്ധൻ അലീനയുടെ കയ്യിൽ നിന്ന് ബാഗുമായിട്ട് പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. പറഞ്ഞിട്ട് നമ്മുടെ ഗോവർദ്ധൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അതേസമയം അലീന പറയുവാണ് എന്താ അങ്കിളെ ഈ ബാഗ് വാങ്ങാതെ പോകുന്നത്? എന്താ അങ്കിളിനൊരു ടെൻഷൻ പോലെ എന്ന് ചോദിക്കുവാണ് അലീന. ചോദിച്ചതിന് ശേഷം ബാഗൊന്നും പിടിവിടുന്നതേ ഇല്ല. ഈ സമയം ഗോവർദ്ധൻ പറയുവാണ് അതെ ഞാൻ ഇപ്പോൾ തന്നെ താമസിച്ചാൽ ബാലേട്ടൻ എന്നെ വഴക്ക് പറയുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടുള്ള ടെൻഷനാ എന്ന് പറയുന്നുണ്ട് ഗോവർദ്ധൻ. അലീനയ്ക്കാണെങ്കിൽ ഗോവർദ്ധനെ നല്ല സംശയമുണ്ട്. സമയം തന്നെ നമ്മുടെ സ്റ്റാൻലിയുടെ മുൻപിൽ ഇരുന്നാണല്ലോ ബാലചന്ദ്രൻ ഗോവർദ്ധനെ വിളിക്കുന്നത് ഹോട്ടലിലേക്ക് വരാൻ പറയുന്ന സമയം സ്റ്റാൻലി ചോദിക്കുവാണ് അയാളുടെ ഇങ്ങോട്ടേക്ക് വന്ന നമ്മുടെ ഈ സംഭാഷണത്തിന് തടസ്സമാവില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുവാണ് അദ്ദേഹത്തിന് നമ്മുടെ ഈ കാര്യങ്ങളെപ്പറ്റി എല്ലാം അറിയാം, അതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമല്ല. അത് കഴിഞ്ഞിട്ട് ബാലചന്ദ്രനാണെങ്കിൽ എല്ലാം വിശദീകരിച്ചു തന്നെ പറയുവാണ് ജയന്തിയെ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരുന്നത്
തിരുവനന്തപുരത്ത് ചാവുണ്ണി മേനോന്റെ വീട്ടിലാണ്. പ്രസവം കഴിഞ്ഞ് കുഞ്ഞ് മരിച്ചു പറഞ്ഞ് വൈജയന്തി വിശ്വസിപ്പിച്ചിട്ട് ആ കുഞ്ഞിനെ ഓർഫണേജിലാക്കി. കുഞ്ഞു വളർന്നു വലുതായി. ശേഷം അലീന കൊല്ലപ്പള്ളിയിലേക്ക് എത്തിയ അതുവരെ എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രൻ സ്റ്റാൻലിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കിളവൻ ചാകുന്നതിന് മുൻപ് പണ്ട് ചെയ്ത തെറ്റിന് ഒരു പരിഹാരം കണ്ടെത്തിയതാണ്. ബുദ്ധിയാണ്, ഒന്ന് ഓർത്തു നോക്കിക്കേ എന്ന് പറയുന്നുണ്ട്. ബാലചന്ദ്രന് ആ സമയമൊക്കെ നല്ല ദേഷ്യമാണ്. ജയന്തിയുടെ അച്ഛനോടൊക്കെ നല്ല ദേഷ്യമാണ് നമ്മുടെ ബാലചന്ദ്രന്. എനിക്കിട്ട് നല്ല ഒന്നാം തരം പണി വെച്ച ആളായിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് വൈജയന്തി വിവാഹം കഴിച്ചത്. പണ്ട് ഞാൻ അവൾക്ക് ഒരു ലവ് ലെറ്റർ കൊടുത്തതിന്റെ പേരിൽ വീട്ടിലേക്ക് എന്നെ വിളിച്ചു വരുത്തി. വീടിന്റെ മുറ്റത്തിട്ട് എന്റെ കർണ തടിച്ചിട്ടുണ്ട്. ഞുണ്ണി മേനോൻ എന്ന് ഞാൻ തീരുമാനിച്ചതാണ് വൈജയന്തിയെ ഞാൻ വിവാഹം കഴിക്കുമെന്ന്. പക്ഷെ അവൾ എന്റെ ജീവിതത്തിലേക്ക് വന്നത് ഏത് രീതിയിലും ഏതു പരുവത്തിലും ആണ് വന്നതെന്ന് കാലം അറിയാവുന്നത് നിങ്ങൾക്കാണ് സ്റ്റാൻലി എന്ന് ബാലചന്ദ്രൻ പറയുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ബാലചന്ദ്രനാണെങ്കിൽ നല്ല ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. അലീന നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന ശേഷം നിങ്ങൾ എങ്ങനെയാണ് അലീന വൈജയന്തിയുടെ മകളാണെന്ന സത്യം നിങ്ങൾ അറിഞ്ഞത്? അതേസമയം ബാലചന്ദ്രൻ പറയുവാണ്, എന്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷം അവളുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ അവളുടെ ഫോൺ റെക്കോർഡ് ചെയ്തു. ആ ഫോൺ റെക്കോർഡിൽ നിന്നാണ് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായത്. അവളുടെ കൂട്ടുകാരിയോട് അവൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അതിൽ നിന്ന് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. അതിനുശേഷം ഞാൻ ഗംഗാധരനെ പോയി കാണുന്നു. എല്ലാ കാര്യങ്ങളും ഗംഗാധരനിൽ നിന്ന് ഞാൻ അറിയുന്നു. ഉറപ്പിന് വേണ്ടിയാണ് ഞാൻ ഗംഗാധരനെ പോയി കണ്ടത്. അവളോട് വൈജയന്തിക്ക് വിവാഹത്തിന് മുൻപ് ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. ഒറ്റ ചോദ്യത്തിൽ തന്നെ അയാൾ വീണുപോയി എന്ന് ബാലചന്ദ്രൻ പറയുവാണ്. ഒക്കെ പറഞ്ഞുകൊണ്ട് ഇത്തിരി ദേഷ്യത്തോടു കൂടി നിൽക്കുന്ന ബാലചന്ദ്രനെയും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് കഴിയുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.